മുംബൈ ഇന്ത്യൻസിന് ഇതിലും വലിയ നാണക്കേട് ഇനി കിട്ടാനില്ല. IPL ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന സ്കോറാണ് ഇന്നലെ SRH എടുത്തിട്ടുണ്ടായിരുന്നത്. പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയാണ് ഇതിന് കാരണമെന്നാണ് എല്ലാവരും പറയുന്നത്. ഇപ്പോഴിതാ ഇന്നലത്തെ കളി കണ്ട് ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒരു ടീം 270 റൺസ് എടുക്കുക എന്ന് പറയുമ്പോൾ അത് ബൗളേഴ്സിന്റെയും ക്യാപ്റ്റൻസിയുടെയും വീക്ക് തന്നെയാണ്. ഇന്നലത്തെ മുംബൈയുടെ കളി കണ്ട് ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ശരിക്കും എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? T20 ക്രിക്കറ്റിലെ ചരിത്രമാണ് ഇന്നലെ രചിക്കപ്പെട്ടത്. ഇങ്ങനെ ഹൈദരാബാദ് കളിക്കണമെങ്കിൽ ഓപ്പോസിറ്റ് ടീം അത്രയും മോശമായിരിക്കണം. മുംബൈ ഇന്ത്യൻസ് അത്ര മോശം ടീമല്ല, അത് ഞങ്ങൾക്കറിയാം. പിന്നെ എന്താണ് അവിടെ സംഭവിച്ചത്? അതിന് ഒരു ഉത്തരമേ ഉള്ളൂ, അത് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയാണ്. രോഹിത് ശർമ്മയെ തിരിച്ച് ക്യാപ്റ്റനാക്കണം, ഇല്ലെങ്കിൽ മുംബൈ ഇന്ത്യൻസ് വളരെയധികം വെള്ളം കുടിക്കേണ്ടി വരും. പാണ്ഡ്യ അവന് ഇഷ്ടം പോലെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, അതൊന്നും ശരിയല്ല. ക്യാപ്റ്റൻസി എങ്ങനെയാണെന്ന് ശരിക്ക് കണ്ടുപഠിക്കണം. രോഹിത് ശർമ്മ എത്ര മനോഹരമായിട്ടാണ് മുംബൈ ടീമിനെ കൊണ്ടു നടന്നത്. പാണ്ഡ്യ ഇപ്പോൾ ചെയ്യുന്നത് എന്താണ്? തോന്നിയതുപോലെ കാര്യങ്ങൾ ചെയ്തു കൂട്ടുകയാണ് അവന് ക്യാപ്റ്റൻസി എന്താണെന്ന് വ്യക്തമായിട്ടറിയില്ല. അതാരെങ്കിലും അവനെ പഠിപ്പിച്ചു കൊടുക്കണം. ഇതുപോലെ മോശമായ ഒരു മുംബൈ ടീമിനെ ഒരു IPL ഞങ്ങൾ കണ്ടിട്ടില്ല. മുംബൈ എന്ന് പറയുമ്പോൾ IPL നമ്പർ 1 ടീമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു ചിന്താഗതി ഇല്ല. മുംബൈയുടെ ഗതി ഇപ്പോൾ ഇങ്ങനെയായെങ്കിൽ അതിന് ഒരു കാരണമേ ഉള്ളൂ, അത് പാണ്ഡ്യ തന്നെയാണ്. ഇനി മുംബൈ ടീം പഴയ പോലെ വരണമെങ്കിൽ പാണ്ഡ്യയെ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റി രോഹിത് ശർമ്മയെ ക്യാപ്റ്റനാക്കണമെന്നും ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ വ്യക്തമാക്കി. എല്ലാവരും ഇപ്പോൾ മുംബൈ ടീമിന്റെ കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും ഒന്നേ പറയാനുള്ളൂ: പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി മാറ്റി രോഹിത് ശർമ്മയെ തിരിച്ച് ക്യാപ്റ്റനാക്കണം. പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കിയത് അബദ്ധമായെന്ന് മുംബൈ മാനേജ്മെന്റിനും ഇപ്പോൾ തോന്നുന്നുണ്ട്. അവരിപ്പോൾ രോഹിത് ശർമ്മയോട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഒരുപക്ഷെ രോഹിത് തിരിച്ച് ക്യാപ്റ്റനാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി നല്ലതാണോ? ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.